ഹലോ, നമ്മുടെ പ്രോഗ്രാം ഓൺ ചെയ്യാണ്. നമ്മുടെ പ്രോഗ്രാമിന് നമ്മൾ പേര് കൊടുത്തുള്ളത് സൂപ്പർ സോഫ്റ്റ് എന്നുള്ള പ്രോഗ്രാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലോഗിൻ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലേക്ക്, മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റ്, അതുപോലെ നമുക്ക് ഓരോ പലതരം കടകളിലേക്ക് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ചെയ്യാം. ചെറിയ ചെറിയ ചേഞ്ചുകളുണ്ട്, എന്നാലും അത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഹാർഡ്വെയർ ഷോപ്പ്, ചെരുപ്പ് കട, തുണിക്കട, പ്ലസ് നമ്മൾ മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വക ചെറുവക എല്ലാ സ്റ്റേഷനറി കടകളിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. നമ്മൾ ആദ്യം ഇതിൻ്റെ ലോഗിൻ സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഈ ലോഗിൻ സ്ക്രീനിൽ നമുക്കുള്ള പാസ്വേഡ്, യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കയറാൻ പറ്റും. യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള യൂസർ നെയിമുണ്ട്. നമുക്ക് സെയിൽസ് ബോയ്സിനുള്ള സൂപ്പർ പാസ്വേഡ് ഉണ്ട്, അതുപോലെ മാനേജർക്കുള്ള പാസ്വേഡ് ഉണ്ട്, ഓണർക്കുള്ള പാസ്വേഡ് ഉണ്ട്. അതുപോലെ അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള പലതരം പാസ്വേഡുകൾ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പാസ്വേഡ്, നമ്മളൊരു ആവറേജ് ആയിട്ടുള്ളൊരു പാസ്വേഡാണ് നമ്മൾ പഠിച്ചുള്ളത്. നമ്മുടെ ഈ പ്രോഗ്രാമിന് നമുക്ക് പറഞ്ഞാൽ 5 ഭാഗങ്ങളാണ് ഉള്ളത്. 5 ഭാഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പർച്ചേസ് സംബന്ധമായ ഭാഗങ്ങൾ, അത് കഴിഞ്ഞ് സെയിൽസ് സംബന്ധമായിട്ടുള്ളൊരു ഗ്രൂപ്പ്, അതുപോലെ കസ്റ്റമർ സംബന്ധമായ ഗ്രൂപ്പ്, അക്കൗണ്ട് സംബന്ധമായ ഗ്രൂപ്പ്, അതുപോലെ സ്റ്റോക്ക് സംബന്ധമായ ഗ്രൂപ്പ്. അങ്ങനെ 5 വ്യത്യസ്ത മേഖലകളാണ് ഉള്ളത്. എപ്പോഴും വരേണ്ട കമാൻഡുകളൊക്കെ നമുക്കിവിടെ നമ്മൾ ഈസി ആയിട്ടുള്ള ഈ ടൂൾ ബാറിൽ വെച്ചിട്ടുണ്ട്. ഇനി വല്ലപ്പോഴും വേണ്ട കമൻറ്റുകളൊക്കെ നമ്മൾ ഈ മെനു ബാറിൽ വെച്ചിട്ടുണ്ട്. മെനു ബാറിൽ കുറേ കമൻറ്റുകൾ നമുക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഇതിലത്തെ ഒന്നാമത്തെ സ്ക്രീൻ, ഇത് പർച്ചേസിൻ്റെ ഭാഗമാണ്. നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കയറ്റാനുള്ള ഒരു ഭാഗമാണ് ഇത്. നെക്സ്റ്റ്, അതിൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മൾ കയറ്റിയതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കാണാം. വേറെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളാണ് ഇവിടെ കാണുക. നമുക്ക് എല്ലാത്തിനും ഡേറ്റ് കൊടുക്കാം, ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെയുള്ളതെന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് വേറെ വേറെ റിപ്പോർട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ മെയിനായിട്ട് സെയിലാണ്. നമ്മൾ വിൽക്കണ സാധനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബില്ലടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ബില്ലുകൾ അടിക്കാട്ടോ. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഓരോ ബില്ലുകൾ വേറെ വേറെ വേണമെങ്കിൽ നമുക്ക് അടിച്ച് നിർത്തിയാൽ വെക്കാം, വീണ്ടും വീണ്ടും അടിക്കണമെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ റിപ്പോർട്ടാണ് സെയിൽസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലും നമ്മളൊരു 6 റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഐറ്റം വൈസ് റിപ്പോർട്ട്, ഐറ്റം വിത്ത് ബില്ല് വൈസ് റിപ്പോർട്ട്, ക്യാഷ് വൈസ് റിപ്പോർട്ട്, അങ്ങനെ വിവിധ രൂപങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം, ഡേറ്റിനനുസരിച്ച് വരും. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ റിപ്പോർട്ട് തന്നെ പല ടൈപ്പുകളുള്ള റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് ബില്ല് തന്നെ നമുക്ക് ഒരു 4-5 മോഡൽ അടിക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അടിയിൽ കോർണറിലുണ്ട് നോർമൽ ബില്ല്, GST ടു GST ടു ഓർഡിനറി, പിൻ GST ബില്ല്, അങ്ങനെ 4 ടൈപ്പിലുള്ള ബില്ലുകൾ അടിക്കാം. അപ്പോൾ ഈ 4 ടൈപ്പിലുള്ള ബില്ലുകൾ നമുക്ക് വിളിക്കാൻ ഇവിടെ സെയിൽസ് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് B2B, B2C, B2D. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്ക് ഇതിലൊരു സെയിൽ ക്യാൻസൽ ഉണ്ട്. നമ്മൾ അടിച്ച ബില്ല് തെറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിലേക്ക് നമുക്ക് നമ്മുടെ റിപ്പോർട്ട് കൊടുക്കാനുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു മെനുവിലുണ്ട്. നമുക്ക് ഇതിലും പല ടൈപ്പ് റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാം. നമ്മൾ ജസ്റ്റ് ഓവറോളായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കി പോകുന്നതാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട് GSTയുടെ റിപ്പോർട്ടാണ്. ഇത് ഇൻപുട്ട് GSTയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇൻപുട്ട് GST ഉണ്ട്, ഔട്ട്പുട്ട് GSTയുടെ ഒക്കെ റിപ്പോർട്ടുകൾ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറിൻ്റെ ബാലൻസ് എൻട്രി ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ട്. കസ്റ്റമറിൻ്റെ ബാലൻസ് എൻട്രി ചെയ്യണത്. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടും. എല്ലാ കസ്റ്റമറുടെ അഡ്രസ്സ് റിപ്പോർട്ട്, എല്ലാ കസ്റ്റമറുടെ ബാലൻസ് റിപ്പോർട്ട്, ഇൻഡിവിജ്വൽ റിപ്പോർട്ട്, മെയിലിംഗ് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള കസ്റ്റമറുടെ, നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് പോകുന്ന കസ്റ്റമറുടെ ബാലൻസുകൾ നമുക്ക് കീപ്പ് ചെയ്യാം. അതിൻ്റെ റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ സപ്ലൈ റിപ്പോർട്ട് എന്നുള്ള പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നവർ, നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നവരുടെ അവരുടെ അഡ്രസ്സ്, അവരുടെ എത്ര ബാലൻസ് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ എത്രയുണ്ട്, അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള എത്ര കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള ഡീറ്റെയിലൊക്കെ അറിയുന്ന ഒരു റിപ്പോർട്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീബില്ല് എടുക്കാം. റീബില്ല് എന്ന് വെച്ചാൽ ബില്ല് നമ്മൾ അടിച്ചു, അതിൻ്റെ ഒരു കോപ്പി വീണ്ടും എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ബില്ലിൻ്റെ നമ്പർ കൂടെ അടിച്ചാൽ മതി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ അടിയിൽ വരും. പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബില്ല് നമുക്കിവിടെ ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും.
നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ബില്ല്, അപ്പോൾ ഇത് റീബില്ല് എടുക്കുന്നതാണ്. ഇത് നമ്മൾ പ്രിൻ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബില്ലായിട്ട് നമുക്കത് കിട്ടും. ഇനി നമുക്കുള്ളത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് നമ്മുടെ ഡെയിലി ചിലവുകളൊക്കെ നമുക്ക് അടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് നമുക്ക് അടിക്കാം. അത് കഴിഞ്ഞാൽ ഡെയിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയി ഇന്നത്തെ റിപ്പോർട്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ ലെഡ്ജർ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ ലെഡ്ജറുകളും ഇവിടെ കാണാം. നമുക്ക് അതിൽ ഏത് ലെഡ്ജർ വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അതും ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഏത് ഡേറ്റിലാണ് വേണ്ടത് വെച്ചാൽ കാണാം. റിപ്പോർട്ട് തന്നെ ചെറിയ റിപ്പോർട്ടുണ്ട്, വലിയ റിപ്പോർട്ടുണ്ട്. അത് വൈഡ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ എന്ന് പറഞ്ഞിട്ട് 2 റിപ്പോർട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണാൻ, ഇത് പ്രിൻ്ററിലേക്ക് വിടാൻ, ഇത് ടു എക്സലിലേക്ക് വിടാൻ. എല്ലാ റിപ്പോർട്ടിലും അടിയിൽ ഈ ഒരു 4 ഓപ്ഷൻ ഉണ്ടാവും. സ്ക്രീനിൽ കാണാൻ, പ്രിൻ്ററിലേക്ക് വിടാൻ, ടു എക്സലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ അക്കൗണ്ട് കഴിഞ്ഞു. നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പുതിയ ലെഡ്ജർ, ഓൾറെഡി കുറേ ലെഡ്ജർ ഇതിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ ലെഡ്ജറുകൾ ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ ഇവിടെ ലെഡ്ജർ ക്രിയേഷനിൽ പോയിട്ട് അടിക്കാം. അൾട്രാ ലെഡ്ജറിൽ പോയാൽ നമുക്ക് ആ ലെഡ്ജറിൻ്റെ പേര് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. ബൈ ചാൻസ് മിസ്റ്റേക്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റുകയും ചെയ്യാം. അപ്പോൾ അതാണ് അക്കൗണ്ടിൻ്റെ സെക്ഷൻ. ഇനി നമ്മൾ ഈ സെക്ഷനിൽ പോയാൽ സ്റ്റോക്കാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ കാണാം. സ്റ്റോക്ക് ഇവിടെ കാണാം. ആ റിപ്പോർട്ടിൽ വരും, നമുക്ക് പ്രിൻ്റ് എടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് ഇവിടെ എടുക്കാം, അത് ഗവൺമെൻറ്റിലേക്ക് ഉപയോഗിക്കാം. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടി വരുള്ളൂ. നമുക്ക് ഇതിന് തന്നെ റിപ്പോർട്ടിൽ തന്നെ ഒരു റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വരവ്, ഈ നമ്മളൊരു പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പീരീഡിന് മുമ്പിൽ എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പിന്നെ എത്ര പർച്ചേസ് ചെയ്തു, പിന്നെ ടോട്ടൽ എത്ര സെയിൽ ചെയ്ത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റും. ഓരോ ഐറ്റത്തിൻ്റെയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇവിടെ സ്റ്റോക്ക് സെറ്റപ്പ് എന്നുള്ളൊരു മെനു ഉണ്ട്. ആ സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേര് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇവിടെ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റുക, എമൗണ്ട് വിൽക്കണ വില മാറ്റണമെങ്കിൽ മാറ്റുക, HSN കോഡ് മാറ്റണമെങ്കിൽ മാറ്റുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സ്റ്റോക്ക് സെറ്റപ്പ്. പിന്നെ നമുക്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൊടുത്തു വയ്ക്കാം. അപ്പോൾ ആ ദിവസം ആകുമ്പോൾ അത് ഡിസ്പ്ലേ വരും, നമുക്കിവിടെ കാണുകയും ചെയ്യാം ടാസ്കുകൾ. അപ്പോൾ ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡാറ്റാബേസിൻ്റെ ബാക്കപ്പ് ചെയ്യാം. ബാക്കപ്പ് ടൂളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ബാക്കപ്പ് ചെയ്യാനൊന്നും അധികം സമയം എടുക്കില്ല കേട്ടോ. വെറുതെ ഒരു ബാക്കപ്പ് കൂടെ സ്റ്റാർട്ട് ബാക്കപ്പ് നിന്ന് അടിച്ചു, യെസ് അടിച്ചു കഴിഞ്ഞാൽ 1 2 3 അപ്പോഴേക്കും ബാക്കപ്പ് സക്സസ്. നമ്മൾ ബാക്കപ്പ് ആവല് കഴിഞ്ഞു. ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് നമുക്ക് ബാക്കപ്പ് ആവല് കഴിഞ്ഞു. നമ്മുടെ ഡി ഡ്രൈവിൽ ഒരു ബാക്കപ്പ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഫയൽ പോയിണ്ടാവുക. അപ്പോൾ നമുക്ക് ഡെയിലി പണിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണത് സി ഡ്രൈവിലായിരിക്കും. നമ്മൾ ബാക്കപ്പ് നമ്മൾ ഡി ഡ്രൈവിലാണ് ചെയ്യുന്നത്. അപ്പോൾ സി ഡ്രൈവിൽ ഉള്ള ഫയലാണ് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ ഡി ഡ്രൈവിലേക്ക് അയക്കി കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈൻറ്റ് വരല് ഡിയിൽ നമുക്കൊരു ഒന്നും കൂടി സുരക്ഷിതമാണ്. അതുപോലെ തന്നെ നമുക്ക് പെൻ ഡ്രൈവിലേക്ക് ആക്കാം. അതുപോലെ തന്നെ ജിമെയിലിലേക്ക് അയക്കാം. നമ്മുടെ നെറ്റിലുള്ള ഏതെങ്കിലും ഡ്രൈവിലേക്ക് വേണമെങ്കിൽ വിടാം. അപ്പോൾ ബാക്കപ്പ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏതിലേക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ പ്രോഗ്രാമിന് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഫ്രണ്ട് എൻഡാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്ക് എൻഡ് നമ്മൾ SQL സെർവറാണ്. അത് നമ്മളിവിടെ ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തുള്ള SQL സെർവറായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡാറ്റ ബാക്കപ്പിങ് നെറ്റിലും ചെയ്യാം, അതുപോലെ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലും ചെയ്യാം. നെറ്റിൽ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഗുണം 1 2 സ്ഥലങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ ഇരുന്നാലും നമുക്ക് കാണാനും ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫയല്, എഡിറ്റ്, ടൂള്, ഇനീഷ്യൽ സെറ്റപ്പ്, പർച്ചേസ്, സെയില്, സ്റ്റോക്ക്, ബ്രാഞ്ച് ട്രാൻസ്ഫർ, പ്രൊഡക്ഷൻ, കസ്റ്റമർ, അക്കൗണ്ട്, റിപ്പോർട്ട്, യൂട്ടിലിറ്റീസ്, സെറ്റപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ സബ് മെനുകളും ഉണ്ട്. നമുക്ക് മലയാളത്തിലുള്ള പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കണ്ട ഈ അക്ഷരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോ എണ്ണത്തിനും നമുക്ക് ആ അക്ഷരങ്ങൾ നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ബില്ല് മലയാളത്തിൽ പ്രിൻ്റ് ചെയ്യണ ഒരു ഓപ്ഷൻ കൂടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.